ഭരദ്വാജ മഹർഷി പ്രഭാതസ്നാനത്തിനായി ഗംഗാനദിയിലെത്തി. അവിടെ കൃതാജി എന്ന അപ്സരസിനെ കാണുന്നു. അവൾ മഹർഷിയെ കണ്ട് ഭയന്നോടി. കൃതാജിയുടെ വസ്ത്രം പുല്ലിൽ കുരുങ്ങി നിലത്തു വീണു. കൃതാജി മുഴുനഗ്നയായി. പക്ഷെ തൻ്റെ ബ്രഹ്മചര്യം, അവളുടെ സൗന്ദര്യത്തിന് മുന്നിൽ അടിയറവ് വയ്ക്കുവാൻ ഭരദ്വാജ മഹർഷി തയ്യാറായില്ല. മഹർഷി ഉടനെ ഒരു കുടം സൃഷ്ടിച്ചു. പിന്നെയാണ് കഥ. കാലം കുറെ കഴിഞ്ഞപ്പോൾ ആ കുടം പൊട്ടി ദ്രോണർ ജനിച്ചു. ദ്രോണത്തിൽ നിന്നും ജനിച്ചതുകൊണ്ട് അങ്ങനെ ദ്രോണർ എന്ന പേരുണ്ടായി. കൗരവ പാണ്ഡവരുടെ ഗുരുവായി തീർന്ന ദ്രോണരുടെ ജന്മകഥ അതാണ്. അഗ്നിവേശമുനിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് ദ്രോണർ ആയുധവിദ്യ അഭ്യസിക്കുന്നു. പിന്നീട് ദ്രോണർ കൃപിയെ വിവാഹം ചെയ്തു. ദ്രോണർക്കും കൃപിക്കും ജനിച്ച മകനാണ് അശ്വത്ഥാമാവ്. മഹാഭാരത കഥാസാഗരത്തിൽ അങ്ങനെ എത്രയെത്ര വിസ്മയം വിടരുന്ന കഥാപാത്രങ്ങൾ നിറയെ കാണാം.